കാറ്റത്ത് കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിൻ്റെ ടെൻഷനെല്ലാം കണ്ട് സുഭാഷ് ഏട്ടാ ആരാ എന്ന് സുധീഷും ചോദിക്കുക. ആരായിരുന്നു ഫോണിൽ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷും ടെൻഷനോടെ സോഫയിലേക്ക് ഇരുന്ന് അതാ നീതുവിൻ്റെ അമ്മയാ എന്ന് പറയേ അവരെന്തിനാ സുഭാഷേട്ടനെ വിളിച്ചേ എന്ന് നിധിയും ചോദിക്കുക. അവൾ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവുമെന്നേ. സുഭാഷ് ഏട്ടാ പ്രശ്നം എന്താ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നോ എന്ന് സുധീഷ് ചോദിക്കേ. ഒരു പരുങ്ങലോടെ അവള് പ്രഗ്നന്റ് ആണെന്ന് എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നതുകൾക്ക് അത് വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടലോടെ നിൽപ്പാ സുധീഷും കൂട്ടരും. പ്രഗ്നന്റോ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് വിളിക്കേ. അതെ, അതിന് കാരണം നമ്മുടെ ഹരീഷ് ആണെന്ന് സുഭാഷ് ഏട്ടൻ പറയുക. അത് വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ ഹരീഷോ എന്ന് നിധിയും ചോദിക്കുക. ഷെടാ, ഇതിനുള്ളിൽ അവൻ അത് ഒപ്പിച്ചോ എന്ന് ടെൻഷനോടെ ആലോചനയോടെ നിൽക്കുന്ന സുധീഷിന് ഇതൊന്നും അറിയാതെ ഉമ്മറത്തിരിക്കായിരുന്ന ഹരീഷും ഹാളിലേക്ക് എഴുന്നേറ്റ് ചെല്ലുകയാ. അവൻ ടെൻഷനോടെ സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ നീതു എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് അവന്റെ കവള താഞ്ഞടിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ എന്നവൻ ടെൻഷനോടെ വിളിക്കേ. എന്നെ അങ്ങനെ വിളിക്കരുത്, അതെനിക്ക് നാണക്കേടാ. നിന്നെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചു. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ അനിയന്മാരെല്ലാം നല്ലവരാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങനെയൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യവും ചെയ്തു വന്നിരിക്കുന്നു. ഇങ്ങനെയാണോ അനിയന്മാരെ വളർത്തുന്നതെന്ന് ചോദിച്ച് എല്ലാവരും എന്നെ ചോദ്യം ചെയ്യില്ലേ? ഹരീഷേ, നീ തന്നെയാണോ ഇങ്ങനെ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ലടാ. അവളൊരു ചെറിയ കുട്ടിയല്ലേടാ, കോളേജ് പോലും കഴിഞ്ഞിട്ടില്ല. അവളെ പ്രഗ്നന്റ് ആക്കേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക് എന്നൊക്കെ സുഭാഷ് ഏട്ടൻ അവനെ വഴക്കു പറയുന്നുണ്ടെങ്കിലും ഹരീഷ് ഒന്നും പറയാൻ കഴിയാതെ മിണ്ടാതെ നിൽപ്പാ. സുഭാഷ് ഏട്ടാ ഒന്ന് അടങ്ങി നിൽക്ക്, അവന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ഇനി എന്ത് കേൾക്കാനാ? ആ നീതു തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾ പ്രഗ്നന്റ് ആണെന്നും ഹരീഷിന്റെ കുഞ്ഞാണ് തന്റെ വയറ്റിൽ വളരുന്നതെന്നും. ഒരു പെണ്ണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ കള്ളം പറയുമോടാ? അവളുടെ അമ്മയുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് മറുപടി പറയും? ഹരീഷ് അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പറ്റിച്ച് പ്രഗ്നന്റ് ആക്കിയെന്ന് പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ ഇവന് എന്ന് സുഭാഷ് ഏട്ടനും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. സുധീഷും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹരീഷിനോടായി എടാ ഹരീഷ് എന്താടാ ഇതെല്ലാം എന്ന് ചോദിക്കുക. ഹരീഷ് മറുപടി ഒന്നും പറയാതെ ടെൻഷനോടെ നിൽക്കണ കണ്ട് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും അവന്റെ കവിള താഞ്ഞടിക്കുകയാ. സുഭാഷ് ഏട്ടാ ഒന്ന് അടങ്ങി നിൽക്ക്, ഞങ്ങൾ സംസാരിക്കുകയല്ലേ. അവൻ ലവ് ചെയ്യുന്ന പെണ്ണാണല്ലോ നീതു എന്ന് സുധീഷ് പറയുന്നതിൽക്ക് അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല എന്ന് സുധീഷും പറയുക. പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അവളുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് ഇവൻ പ്രഗ്നന്റ് ആക്കിയാൽ കല്യാണത്തിന് അവർ സമ്മതിക്കുമെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ഒരു കാര്യം ഇവൻ ചെയ്തത് എന്ന് സുഭാഷ് ഏട്ടൻ ദേഷ്യത്തോടെ ചോദിക്കേ. അങ്ങനെയൊന്നുമല്ല സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. വാ അടയ്ക്കടാ, അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനാ? നിന്നെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചു. ഒരു പെണ്ണിനെ മാനം കെടുത്തി വന്ന് നിൽക്കുന്നു എന്ന് സുഭാഷ് ഏട്ടൻ അവനെ വഴക്കു പറയുന്നതുകൾക്ക് നികേഷ് അവനെ കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നികേഷേ എന്ന് താക്കിയതോടെ നിധി വിളിക്കെ സോറി പറയുക നികേഷ്. സുഭാഷ് ഏട്ടനും ദേഷ്യത്തോടെ ഇനി എന്റെ കൺമുന്നിൽ എന്നെ കണ്ടുപോകരുത്, സുഭാഷ് ഏട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാ. സുഭാഷ് ഏട്ടാ എന്ന ടെൻഷനോടെ ഹരീഷും വിളിക്കുന്നുണ്ട്. അവന്റെ ടെൻഷനോടുള്ള നിൽപ്പ് കണ്ട് സുധീഷും ചിരി അടക്കാൻ കഴിയാതെ എടാ ഹരീഷേ, ഒരു പാവത്തെ പോലെ ഇരുന്നിട്ട് എന്തെല്ലാമാ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ നീതുവിനെ അവർ കല്യാണം കഴിച്ചു തരില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയൊരു പണി ഒപ്പിച്ചത് എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കേ. ഒന്ന് ചുമ്മാതിരിക്കും സുധീഷ് ഏട്ടാ എന്ന് ഹരീഷും പറയുക. ഹരീഷ് ഏട്ടാ അതിനുള്ളിൽ എന്നെ ചിറ്റപ്പനാക്കിയോ എന്നൊരു കള്ളച്ചിരിയോടെ നികേഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ വീണ്ടും അങ്ങോട്ട് വന്ന് എടാ എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഇതുകൊണ്ടായിരുന്നല്ലേ അന്നാ നീതു ബാഗും തൂക്കി നമ്മുടെ വീട്ടിൽ വന്നിരുന്നത്. എന്നാ നീ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുമ്പോഴും ഇതായിരുന്നു കാരണമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. പാവം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുമാണല്ലോ നീ ചിന്തിച്ചതെന്നോർത്ത് നിന്നെക്കുറിച്ച് അഭിമാനമായിരുന്നു എനിക്ക്. അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവളെ നീ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവളോട് സംസാരിച്ച് സമാധാനിപ്പിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ട് വന്നത് അല്ലേ? ഇത്രയെല്ലാം നടന്നിട്ടും അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്താടാ ഹരീഷേ, നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന് നാട്ടിൽ ആവശ്യത്തിന് ചീത്തപ്പേരുണ്ട്. ഇനിയൊരു പെണ്ണിനെ വഞ്ചിച്ച് പ്രഗ്നന്റ് ആക്കി എന്നുള്ള ആ ചീത്തപ്പേര് കൂടി കേൾക്കണോ? ഇല്ല, ഇത് ശരിയാവില്ല. ഇനി ഇവനെ വെറുതെ വിടാൻ കഴിയില്ല സുധീഷേ. നാട്ടിലെത്തിയ ഉടനെ തന്നെ ഇവന്റെയും നീതുവിന്റെയും കല്യാണം നടത്തണം എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നവർക്ക് സുധീഷും പറയുന്നുണ്ട്. ഇതല്ലേ ഞാൻ അന്ന് പറഞ്ഞത്? അന്നാരും എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ലല്ലോ എന്ന്. അതിനിവൻ ഇങ്ങനെയൊരു പണി ഒപ്പിച്ചു വെക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട്.
അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷിനോടായി. ഹരീഷേ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ ഇനിയും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും പോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ ഹരീഷ് ഉടനെ തന്നെ തന്റെ മൊബൈൽ എടുത്ത് നീതുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷ് ഏട്ടനോട് ഇരിക്കാനായി പറയുന്നുണ്ട് സുധീഷ്. സുധീഷും കൂടെ ഇരുന്ന് സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുക. സുഭാഷ് ഏട്ടാ, ടെൻഷൻ ആവാതെ. അത് കേട്ട് സുഭാഷും പറയുന്നുണ്ട്, എന്താടാ സുധീഷ ഇതൊക്കെ? ആ നീതുവിന്റെ വീട്ടുകാർ ഇതറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ആശിച്ചു മോഹിച്ച് ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോ അവൾ കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും എങ്ങനെ അത് സഹിക്കും? അവളെ പ്രഗ്നന്റ് ആക്കിയിട്ടാണ് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവനെയൊക്കെ എന്ത് ചെയ്യേണ്ടത്? ആ നീതുവിന്റെ വീട്ടുകാർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവളെ പ്രഗ്നന്റ് ആക്കി അവൻ ഒളിച്ചോടി പോയെന്നാവില്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അവര് പറഞ്ഞതുപോലെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ എന്തു ചെയ്യും? രണ്ടു കുടുംബങ്ങൾക്കും ഇത് വലിയ നാണക്കേടായില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്ക് സുധീഷും പറയുന്നുണ്ട്, അവരെന്തോ ദേഷ്യത്തിലാ സംസാരിച്ചത്. അവരെങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊന്നും ചെയ്യില്ല. അതുമാത്രമല്ല, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പിന്നീടുണ്ടാവുന്ന നാണക്കേടോർത്ത് അവർ കല്യാണം നടത്താൻ തന്നെ തീരുമാനിക്കും. അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ. നീതു അവന് അറിയാത്ത കുട്ടിയൊന്നുമല്ലല്ലോ, ഏതോ ഒരു ചെറിയ നിമിഷത്തിൽ കൈവിട്ടു പോയതായിരിക്കും എന്നൊക്കെ സുധീഷ് പറയുന്നവൾക്ക് സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കുക. അല്ല സുഭാഷ് ഏട്ടാ, ഞാൻ അവനെ ന്യായീകരിച്ചതല്ല. പക്ഷേ ഇതത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ. സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ രണ്ടുപേരുടെയും കല്യാണം നടത്താമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും കാലത്തിനിടയിൽ സുഭാഷേട്ടൻ അവനെ അടിച്ചിട്ടേ ഇല്ല. ഇന്ന് സുഭാഷേട്ടൻ അവനെ ആദ്യമായി തല്ലി. അവനും എന്തു ചെയ്യുമെന്നറിയാതെ ആകെ ഷോക്കായി നിൽക്കുക എന്നൊക്കെ സുധീഷ് പറയുന്നവൾക്ക് അവന് വേണ്ടി വക്കാലത്തിന് വരണ്ട നീ എന്ന് സുഭാഷ് ഏട്ടൻ സുധീഷിനെ വഴക്കു പറയുക. നടന്നതെല്ലാം നടന്നു, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ നാട്ടിൽ ചെന്ന ഉടനെ തന്നെ അവരുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് സുധീഷും സുഭാഷ് ഏട്ടനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് നീതു തന്റെ മൊബൈലുമായി റൂമിൽ കയറി ഡോറടച്ച് ഹരീഷിനെ വിളിക്കുകയാണ്. ടെൻഷനോടെ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്ന ഹരീഷും നീതുവിന്റെ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ ഹരീഷേ, എങ്ങനെ ഇരിക്കുന്നു എന്നവൾ സ്നേഹത്തോടെ ചോദിക്കേ. എന്താ ഉണ്ടായത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ചേട്ടൻ എന്നെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു എന്ന് ഹരീഷ് ചോദിക്കുക. അതെ ഹരീഷേ, ഇവിടെ വലിയ പ്രശ്നമാ, അതെല്ലാം വിട്. ഹരീഷ് എങ്ങനെ ഇരിക്കുന്നു എന്ന് അവൾ വീണ്ടും ചോദിക്കുക. അത് കേട്ട് ഹരീഷും അമ്പരപ്പോടെ, നീ എന്താ ഇങ്ങനെ കാഷ്വലായി സംസാരിക്കുന്നത്? നിന്റെ ചേട്ടൻ ഫോൺ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ എന്ന് ചോദിക്കേ. എന്തു പറഞ്ഞു എന്ന് നീതുവോ? എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നവൻ ദേഷ്യത്തോടെ പറയേ. എന്താ പറഞ്ഞതെന്നാ ചോദിച്ചത്, അത് പറ എന്ന് നീതുവോ. നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു, എങ്ങനെ എന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കുക. അത് കേട്ട് നീതുവും പൊട്ടിച്ചിരിയോടെ, എങ്ങനെയെന്ന് ചോദിച്ചാ എന്തു പറയാനാ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നീതുവും പറയുകയാ. അത് കേട്ട് വെപ്രാളത്തോടെ ഹരീഷും, പ്രഗ്നന്റ് ആണെന്നോ? അതാ ഞാനും ചോദിക്കുന്നത്, എങ്ങനെ പ്രഗ്നന്റ് ആയി? നമുക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ പ്രഗ്നന്റ് ആവും? നിന്റെ ചേട്ടൻ വിളിച്ച് നീ പ്രഗ്നന്റ് ആണെന്നും അതിന് കാരണക്കാരൻ ഞാനാണെന്നും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുന്നു. നോക്കു നീതു, സത്യമായിട്ടും നീ പ്രഗ്നന്റ് ആണോ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. അതെ ഹരീഷേ, ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് നീതു പറയുന്നത് കേൾക്കെ ടെൻഷനോടെ, കാര്യമൊന്നും അറിയാതെ എനിക്ക് മനസ്സിലാവുന്നില്ല നീതു, എങ്ങനെ നീ പ്രഗ്നന്റ് ആവും, ഒന്ന് പറ എന്ന് ഹരീഷും പറയുക. അവന്റെ ടെൻഷനോടുള്ള ആ ചോദ്യം കേട്ട് നീതുവിനും ചിരി അടക്കാൻ കഴിയുന്നില്ല. ഹരീഷേ, നീ എന്തിനു ടെൻഷൻ ആവുന്നത്? നീ ഒരു അച്ഛനാവാൻ പോവുകയാണ് ഹരീഷേ. ഇക്കാര്യം പറഞ്ഞ് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് നീതു ചോദിക്കുക. എന്താ നീതു നീ പറയുന്നത്? ഞാൻ എങ്ങനെ സന്തോഷമായിരിക്കും എന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കുന്നവർക്ക്. എന്താ നീ അച്ഛനാവാൻ പോവാന്നറിഞ്ഞിട്ട് നിനക്ക് സന്തോഷമില്ലേ എന്ന് നീതുവും ചോദിക്കുക. ചുമ്മാ വട്ടു പറയാതെ നീ എങ്ങനെ പ്രഗ്നന്റ് ആവുമെന്ന് ഹരീഷും ടെൻഷനോടെ ചോദിക്കുക. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ, പ്രഗ്നന്റും ആവാൻ പാടില്ലേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ. എടി നീതു, എന്നെ ടെൻഷൻ ആക്കാതെ, നീ എങ്ങനെ പ്രഗ്നന്റ് ആവും അത് പറ എന്ന് ടെൻഷനോടെ ഹരീഷും ചോദിക്കുക. നീതുവും ചിരിയടക്കി, നീ എന്താ ഹരീഷെ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്നവൾ ചിരിയോടെ ചോദിക്കേ. നോക്കു നീതു, നീ പ്രഗ്നന്റ് ആവാൻ നമുക്കിടയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ നീ പ്രഗ്നന്റ് ആവും അതാദ്യം പറ എന്ന് ഹരീഷ്. നീ എന്നെ സംശയിക്കുകയാണോ ഹരീഷെ എന്ന് നീതു ടെൻഷനോടെ ചോദിക്കുന്നവൾക്ക്. ഹരീഷ് ആകെ ടെൻഷനോടെ വിയർത്ത് കുളിക്കുകയാ. നമ്മൾ ലവ് ചെയ്യുന്നത് കൊണ്ട് നീ എന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ നീ എന്ന് നീതു ചോദിക്കുക. നീതു, ഞാൻ എന്ത് ചോദിച്ചു, നീ എന്ത് പറയുന്നു എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരീഷെ, നിനക്കിപ്പോ എന്നെ സംശയമാണല്ലേ? വയറ്റിലൊരു കുഞ്ഞിനെയും തന്നിട്ട് നീ എന്നെ വഞ്ചിച്ചു പോകുമെന്നാ വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞത്. അപ്പോൾ പോലും എന്റെ ഹരീഷ് അങ്ങനെയല്ല, എന്നെ കല്യാണം കഴിക്കും, എന്റെ കുഞ്ഞിനെ ഒരു നല്ല അച്ഛനായിരിക്കുമെന്ന് അവരോട് നിനക്ക് വേണ്ടി സംസാരിച്ചു ഞാൻ. എങ്ങനെയുള്ള എന്നെ നീ സംശയിക്കുകയാണോ എന്നവൾ ടെൻഷൻ അഭിനയിച്ച് ചോദിക്കുക. ഹരീഷും ടെൻഷനോടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സംശയിച്ചതല്ല നീതു, പക്ഷെ എങ്ങനെ ഇതെല്ലാം നടന്നു എന്ന് അവൻ ടെൻഷനോടെ ചോദിക്കുക. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു,
ഇപ്പോ പ്രഗ്നന്റുമായിരിക്കുന്നു. അപ്പോ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നീ തന്നെയല്ലേ എന്നവൾ ചോദിക്കുന്നവൾക്ക് ലോജിക്കെല്ലാം കറക്റ്റാ, പക്ഷെ ഇത് എങ്ങനെ എന്നവനും ടെൻഷനോടെ പറയുക. എനിക്കാകെ വിഷമമായി ഹരീഷേ. നീ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ വീട്ടുകാരോടെല്ലാം അടിയുണ്ടാക്കിയത്. നീയും എന്നെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാൽ എനിക്കത് എത്ര വിഷമമാകുമെന്ന് നിനക്കറിയാമോ? ഞാൻ വെക്കുകയാ ഹരീഷേ എന്ന് സങ്കടം അഭിനയിച്ചവൾ പറയുമ്പോഴേക്കും നീതു വെക്കല്ലേ എന്ന് ഹരീഷ് പറയുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമാ ഹരീഷേ. ദേഷ്യത്തിൽ ഞാൻ കോൾ വെക്കുകയാ ബായ് എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. കോൾ വെച്ച് കഴിഞ്ഞ അവളും ഹരീഷിനെ പറ്റിച്ചതോർത്ത് പൊട്ടിച്ചിരിക്കുകയാ. ഹരീഷും ടെൻഷനോടെ ഇവൾ എന്തൊക്കെയാ പറയുന്നത്, ഇതിനൊന്നും ഒരു സാധ്യതയുമില്ലല്ലോ, എങ്ങനെ പ്രഗ്നന്റ് ആയി ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞവൻ ടെൻഷനോടെ ഇരിക്കുക. സുഭാഷേട്ടനെ ആശ്വസിപ്പിച്ച് സുധീഷും ഹരീഷ് എങ്ങോട്ട് പോയോ ആവോ എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സീറ്റ് ഔട്ടിൽ ടെൻഷനോടെ ഇരിക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് ഒരു കള്ളച്ചിരിയോടെ സുധീഷ് എത്തുകയാ. ചിരിയോടെ അവൻ ഹരീഷിന്റെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും അവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുകയാ. സുധീഷും കള്ളച്ചിരിയോടെ അവനോടായി പറയുക, ഞാനാണ് കാതൽ മന്നൻ എന്നൊരു വിചാരമുണ്ടായിരുന്നു, പക്ഷേ നീ അതിനേക്കാൾ വലിയ മന്നനായിരിക്കുന്നു. പാവത്തെ പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചല്ലേ എന്നവൻ പറയുന്നവൾക്ക് എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽക്കിയ ഹരീഷ് എന്താടാ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു പാവത്തെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് സുധീഷും ചോദിക്കുക. സുധീഷ് ഏട്ടാ, ഞാനൊരു കാര്യം പറയാം, പക്ഷേ സുധീഷ് ഏട്ടൻ ചിരിക്കരുത് എന്ന് ഹരീഷ് പറയടാ ഹരീഷേ, 4-5 മാസമായി പ്രഗ്നന്റ് ആയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, അതല്ലേ എന്ന് സുധീഷ് ചോദിക്കും. അതല്ല സുധീഷ് ഏട്ടാ, ഞാനൊന്ന് പറയട്ടെ എന്ന് ഹരീഷ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷ് അവനെ മാറ്റിയിരുത്തി സംസാരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തില്ല സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് ടെൻഷനോടെ പറയുന്നവർക്ക് സുധീഷും പൊട്ടിച്ചിരിക്കുകയാണ്. ഇയാൾ വിശ്വസിക്കുക, ഞാനൊന്നും ചെയ്തില്ല, സത്യമായും ഞാനൊന്നും ചെയ്തില്ല എന്ന് ഹരീഷും പറയുക. സുധീഷും ചിരി അടക്കാൻ കഴിയാതെ ചിരിച്ചുകൊണ്ടിരിക്കുക. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്ന് എന്റെ മുന്നിൽ സത്യം ചെയ്യുന്നോ എന്ന് സുധീഷും ചോദിക്കുക. സത്യമായും അങ്ങനെയൊന്നുമില്ല സുധീഷേട്ടാ എന്ന് ഹരീഷ് പറയുന്നുണ്ടെങ്കിലും ഞാനൊരു അച്ഛനാകുന്നതിന് മുന്നേ നീ എന്നെ വലിയച്ഛനാക്കി, അതും ഒരു വിധത്തിൽ സന്തോഷം തന്നെയാ. ചെന്ന് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്, ഇപ്പൊ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാ എന്ന് സുധീഷ് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നാട്ടിലേക്കോ എന്ന് ഹരീഷും ടെൻഷനോടെ ചോദിക്കുക. നീ സന്തോഷിക്കടാ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുമ്പോഴേക്കും സത്യമായിട്ടും അങ്ങനെയൊന്നും ഇല്ല സുധീഷേടാ എന്ന് ഹരീഷ് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കില്ല എന്ന് സുധീഷും വിളിച്ചു പറയുകയാണ്. അവിടെ പുറത്തൊരിടത്ത് ഭാസ്കരൻ തന്റെ കൂട്ടുകാരുമായി ഷീട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുക. ഒരു കൂട്ടുകാരൻ ഭാസ്കരനോടായി ചോദിക്കുന്നുണ്ട്, ഭാസ്കര, തിരുവനന്തപുരത്ത് സ്വന്തമായി വീടൊക്കെ വെച്ചിട്ടുണ്ടോ? എന്ത് ചോദ്യമാണോ ഇത്? അവിടെ ഒരു വലിയ ബംഗ്ലാവ് തന്നെയുണ്ട്, ചുറ്റിനും തെങ്ങിൻ തോപ്പും, അതുകൂടാതെ 3 ലോറിയും ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ് ലോറി. ഓൾ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട് ഞാൻ. ഐ നോ ടോട്ടലി 5 ലാംഗ്വേജസ്. നിങ്ങൾക്കെല്ലാം എത്ര ഭാഷകൾ അറിയാം എന്ന് ഭാസ്കരൻ ചോദിക്കുന്നവർക്ക് ഒരു കൂട്ടുകാരനും പറയുന്നുണ്ട്, നിന്നെ പോലെയാണോ? എനിക്ക് മലയാളമല്ലാതെ ഒരു ഭാഷയും അറിയില്ല, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, അതും പിള്ളേർ ചൊല്ലി പഠിക്കുമ്പോൾ പറഞ്ഞു തന്നു എന്നവൻ പറയുന്നവർക്ക് എനിക്ക് എത്ര ഭാഷ അറിയാമെന്നോ? 5 languages. I can speak in English, I can walk in English, I can turn in English, I can sleep in English, all English I know എന്നൊക്കെ ഭാസ്കരൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് എന്ത് ഭാഷയായി പറയുന്നതെന്ന് ഒരു കൂട്ടുകാരനും ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ഭാസ്കരനും ചോദിക്കുക. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ട് ഷീട്ട് കളിക്കുന്നതിനിടയിലാണ് ഭാസ്കരന്റെ ആദ്യ ഭാര്യയുടെ ചേട്ടൻ സുഭാഷിന്റെ അമ്മാവൻ സ്കൂട്ടർ ഓടിച്ച് അതുവഴി വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എവിടെ അവൻ എന്ന് അയാൾ ദേഷ്യത്തോടെ ചോദിക്കേ, ദാ അവിടെ ഇരുന്ന് കൂട്ടുകാരുടെ കൂടെ ഷീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക പരിചയക്കാരനും. സുഭാഷിന്റെ അമ്മാവൻ ഭാസ്കരനെ ദേഷ്യത്തോടെ നോക്കി, എന്ത് ധൈര്യത്തിൽ അവൻ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുക. അറിയില്ല ചേട്ടാ, ഞാനും ഇപ്പോഴാണ് കണ്ടത്. തറവാട്ടമ്പലത്തിൽ എന്തൊക്കെയോ പൂജയും വഴിപാടുകളും ചെയ്യാനായി കുടുംബത്തോടെ എത്തിയതാ. അമ്പലത്തിലെ പൂജയും പ്രാർത്ഥനകളുമെല്ലാം കഴിഞ്ഞു, ഇപ്പോ തിരിക്കുമെന്നാ തോന്നുന്നത്. അത് വിട്ടേക്കെന്ന് വിളിച്ചു വരുത്തിയ ആളും പറയുക, നിനക്ക് വല്ല ബോധവുമുണ്ടോ? അവൻ എന്റെ അനിയത്തിയെ കൊന്നവനാ. ഈ നാട്ടിൽ കാല് കുത്തിയാൽ അവന്റെ കാല് വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഈ നാട്ടിൽ തങ്ങിയിട്ട് അമ്പലത്തിലെ പൂജയും കഴിഞ്ഞു പോകുമെന്നാണോ? പിന്നെ എന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്നയാൾ ചോദിക്കുന്നതുകൾക്ക്, ചേട്ടൻ 2 ദിവസമായി നാട്ടിലില്ലായിരുന്നല്ലോ, രാവിലെയല്ലേ എത്തിയത്, ചേട്ടനില്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നയാൾ പറയുന്നതുകൾക്ക്, പോടാ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ അമ്മാവൻ നോക്കുമ്പോൾ ഭാസ്കരൻ അവിടെ കാണുന്നില്ല. എവിടെ പോയവൻ എന്ന് സുഭാഷിന്റെ അമ്മാവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഭാസ്കരൻ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നതെന്ന് കൂടെയുള്ള ആളും വിളിച്ചു പറയുകയാ. എവിടെയാണ് അവൻ താമസിക്കുന്നത് എന്ന് സുഭാഷിന്റെ അമ്മാവൻ ചോദിക്കേ. പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ചേട്ടാ, കുറച്ചു സമയത്തിനകം അവർ നാട്ടിലേക്ക് തിരിക്കും എന്ന് വിളിച്ചു വരുത്തിയയാൾ പറയുന്നുണ്ടെങ്കിലും തന്റെ കൂടെ വന്ന ഫ്രണ്ടിനോടായി വണ്ടിയിൽ കയറാൻ പറഞ്ഞ് ഇന്ന് അവൻ ഈ നാട് വിട്ടു പോകുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരനെയും കൂട്ടി വണ്ടിയെടുത്ത് പോവുകയാ സുഭാഷിന്റെ അമ്മാവൻ. സുഭാഷേട്ടൻ തന്നെ തല്ലിയതോർത്ത് സങ്കടത്തോടെ
ഹാളിലിരിക്കുകയാണ് ഹരീഷ്. അപ്പോഴാണ് നാട്ടിലേക്ക് പോവാൻ റെഡിയായി ബാഗും എടുത്ത് സുഭാഷ് ഏട്ടൻ അതുവഴി വരുന്നത്. സങ്കടത്തോടെ ഇരിക്കുന്ന ഹരീഷിനെ കണ്ട് സുധീഷ് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുക. ഇന്ന് വരേക്കും സുഭാഷ് ഏട്ടൻ ഹരീഷിനെ അടിച്ചിട്ടില്ല. ഇന്നവനെ സുഭാഷ് ഏട്ടൻ ഒരുപാട് തല്ലി. അവനും എന്തു പറയണമെന്നറിയാതെ ആകെ ഷോക്കായി നിൽക്കുകയാ എന്നൊക്കെ സുധീഷ് പറഞ്ഞതോത്ത് സുഭാഷ് ബാഗ് അവിടെ വെച്ച് ഹരീഷ് എന്ന് സ്നേഹത്തോടെ വിളിക്കെ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് ഹരീഷും എഴുന്നേൽക്കുകയാ. വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവന്റെ കവിള് തടവുകയാ സുഭാഷ് ഏട്ടൻ. അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷും പറയുക. ഇപ്പോൾ പോലും നീ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹരീഷ്. നീ വളരെ മാന്യനായ ഒരു പയ്യനാണ്. പെണ്ണുങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരുത്തനാണ്. പക്വതയോടെ ജീവിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷേ നീ അവളെക്കുറിച്ച് പോലും ആലോചിക്കാതെ ഇങ്ങനെയെല്ലാം ചെയ്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഹരീഷേ. നീ എങ്ങനെയായി എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നു. ഇനിയും അവളെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. നാട്ടിലെത്തിയാൽ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്താം. അവളുടെ അമ്മയും അച്ഛനും ചേട്ടനുമെല്ലാം നല്ല ദേഷ്യത്തിലാ. അവരെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തണം എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ഹരീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽപ്പാം. അതുകൊണ്ട് സുഭാഷ് ഏട്ടനും ഹരീഷേ നീ വിഷമിക്കാതെ, നടന്നതെല്ലാം നടന്നു. കല്യാണ കാര്യമെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഉറപ്പായും വലിയ പ്രശ്നമുണ്ടാക്കും. അവരെന്ത് ചെയ്താലും നീ അതിനെ എതിർക്കാതെ സമാധാനമായി ഇരിക്കണം. മനസ്സിലായില്ലേ? അല്ല, നീ നീതുവിനെ വിളിച്ചോ എന്നവൻ ചോദിക്കെ വിളിച്ചിരുന്നു എന്ന് ഹരീഷും പറയുക. അവളോട് ധൈര്യമായി ഇരിക്കാൻ പറ. എന്തു വന്നാലും നമുക്ക് നോക്കാം. നീ പോയി ബാഗ് എല്ലാം എടുത്ത് റെഡിയായി വാ, നമുക്കുടനെ ഇറങ്ങണമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ഹരീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽപ്പാ. എന്തു പറ്റി ഹരീഷേ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പോയി ബാഗ് എടുത്തു വരാമെന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരനും അപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. സുഭാഷിന്റെ അമ്മാവൻ അപ്പോഴേക്കും ഭാസ്കരൻ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ഭാസ്കരൻ മുറ്റത്ത് നിന്ന് മുഖം കഴുകുമ്പോഴാണ് സുഭാഷിന്റെ അമ്മാവൻ തന്റെ ഫ്രണ്ടിനെയും കൊണ്ട് വണ്ടിയിൽ അങ്ങോട്ടെത്തുന്നു. ഭാസ്കരൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷിന്റെ അമ്മാവൻ ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നടുക്കുകയാ. എന്ത് ധൈര്യത്തിലെ ഈ നാട്ടിലേക്ക് വന്നത് നീ എന്ന് ചോദിച്ച് ഭാസ്കരന്റെ കോളറിനിട്ട് പിടിക്കുകയാ. ആരുടെ മേലടാ നീ കൈവയ്ക്കുന്ന എന്ന് ചോദിച്ച് ഭാസ്കരനും അയാളെ തട്ടി മാറ്റുകയാണ്. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് കയ്യാങ്കളി ആവുമ്പോഴേക്കും സീറ്റൗട്ടിലേക്ക് വന്ന നികേഷ് അത് കണ്ട് ഓടിപ്പോയി സുഭാഷ് ഏട്ടനെ വിളിക്കുകയാണ്. കളം കേട്ട് സുധീഷും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്.